ഹലോ, അപ്പോൾ വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏതായിരുന്നു കെമിസ്ട്രി 10th ഫസ്റ്റ് ചാപ്റ്ററാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമറിസം, അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം എന്നാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ഒരു IUPAC നെയിമിങ് എഴുതുന്നത്, ആ നെയിമിങ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചാണ്. എന്താണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്താണ് ഇപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? ഇപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചിട്ടുള്ളത് എന്താണ്? നമുക്ക് കുറേ CH3കളാണ് നമ്മുടെ എവിടെ വന്നിട്ടുള്ളത്, കുറച്ച് CH3കളാണ് നമ്മുടെ ചെയിനുകളിൽ വന്നത്. CH3, CH2, CH3, അല്ലെങ്കിൽ ബ്രാഞ്ചായിട്ട് പിന്നെ ഒരു CH3, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ അടുത്തൊരു സെക്ഷൻ പഠിക്കുന്നത്. അതാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഒരാളെ മാറ്റാൻ കഴിയുന്ന ഒരാൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാർബൺ എടുക്കുകയാണെങ്കിൽ കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? 4 അതുകൊണ്ട് തന്നെ കാർബണിൻ്റെ വാലൻസി 4 ആയതുകൊണ്ട് ഈ 4 ഹൈഡ്രജൻ ഈ കാർബണിനെ ചുറ്റും ഉണ്ടാവും അല്ലേ. ഇതാണ് നമ്മുടെ കാർബണിൻ്റെ നോർമൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ. ഇത് നമ്മുടെ ഏതാണ്? നമ്മുടെ മീഥെയ്ൻ ആണ്. ഇതൊരു ആൽക്കൈൻ ഗ്രൂപ്പാണ്. ആൽക്കൈൻ ഗ്രൂപ്പുകളാണ് ANE. ഈ ആൽക്കൈൻ ഗ്രൂപ്പുകളിൽ നിന്നും ഒരു ഹൈഡ്രജൻ മാറുമ്പോഴാണ് ആരെ കിട്ടുന്നത്? നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പുകളെ, YLകളെ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഇതൊരു ഹൈഡ്രജൻ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. ആ ഒരു ഹൈഡ്രജന് ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഈ ഹൈഡ്രജനെ നമ്മൾ എന്ത് ചെയ്യുക? നീക്കം ചെയ്യാണ്. ഈ ഒരു ഹൈഡ്രജനെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഒഴിവാക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാരാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. അതായത് ആൽക്കൈനിൽ നിന്നും ഒരു ഹൈഡ്രജൻ ഒഴിവാക്കുമ്പോഴാണ് നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പുകൾ കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്? നമ്മുടെ മീഥൈൽ ഗ്രൂപ്പുകളാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ആൽക്കൈനും ആൽക്കൈലും കിട്ടുക. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഹൈഡ്രജന് പകരം ഇതിപ്പോൾ മീഥൈനാണ്, ഇതും മീഥൈലാണ്. ഇതിൻ്റെ ക്യാരക്ടറിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിലോ ഒരു ചേഞ്ച് വന്നിട്ടില്ല. പക്ഷേ അവരുടെ ഹൈഡ്രജൻ്റെ അളവ് അനുസരിച്ച് നമുക്ക് അവരുടെ പേരിൽ കുറച്ചൊരു മാറ്റം വന്നിട്ടില്ല. ഇത്രയേ വന്നിട്ടുള്ളൂ. ഇവരുടെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇനി ഇവിടെ ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്തു. ആ റിമൂവ് ചെയ്ത ഹൈഡ്രജന് പകരം നമ്മൾ ഇവിടെ ഒരു OH കൊടുത്തു. OH കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ആള് ടോട്ടലായിട്ട് മാറും. അതായത് നമ്മളെ മീഥൈൽ എന്ന് പറഞ്ഞ ഒരാൾ ഡിസപ്പിയർ ആവും, അല്ലെങ്കിൽ ഇല്ലാണ്ടാവും. അവരില്ലാണ്ടായിട്ട് ഇവിടെ വരുന്ന ആളാണ് നമ്മുടെ പുതിയൊരാളാണ് ആൽക്കഹോൾ ആണ്. ഇവിടെ പുതിയൊരാളായിട്ട് വരും, അതാണ് ആൽക്കഹോൾ. അതായത് ഇവിടെ മീഥൈൻ ആയിരുന്നു. മീഥൈൻ്റെ സ്ഥലത്ത് നമ്മളൊരു ഹൈഡ്രജൻ ഒഴിവാക്കി. ആ ഹൈഡ്രജൻ ഒഴിവാക്കിയ സ്ഥലത്തേക്ക് പുതിയൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം വന്നു കഴിഞ്ഞപ്പോൾ, ഈ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ആറ്റമോ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ മീഥൈൻ എന്ന് പറഞ്ഞ ഒരാൾ മാറിയിട്ട് പുതിയൊരാളായി ആൽക്കഹോളായിട്ട് മാറുകയാണ്. അങ്ങനെ അതായത് അപ്പം എന്താണ്, നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം നമ്മുടെ ഒരു ഹൈഡ്രോ കാർബണിൽ വന്ന് ചേരുന്ന സമയത്ത് ആ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്ത് ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരെയാണ്? അതായത് ഒരു ഹൈഡ്രോ കാർബണിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം വന്ന് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ എന്താവുന്നുണ്ട്? ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ആ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് പഠിക്കാനുണ്ട്, ഒരു കാർബോക്സി ഗ്രൂപ്പ് പഠിക്കാനുണ്ട്, ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് പഠിക്കാനുണ്ട്,
ഒരു കീറ്റോ ഗ്രൂപ്പ് പഠിക്കാനുണ്ട്, ഒരു ഹാലോ ഗ്രൂപ്പ് പഠിക്കാനുണ്ട്. ഹാലോ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹാലജൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 17ാമത്തെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാലജൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാലജൻ ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണ് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഹാലോ ഗ്രൂപ്പിൽ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ആളാണ് ആൽക്കോക്സി ഗ്രൂപ്പുകൾ. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് 1 2 3 4 5 6 ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് നമുക്ക് 10th ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയാണ്, ഇവരെങ്ങനെയാണ് ഇവർ ഓരോന്നും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് IUPAC നെയിമിങ് ഇടാൻ പറ്റുക എന്നൊക്കെ ആണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആരെയാണ്, ഹൈഡ്രോക്സി ഗ്രൂപ്പ്. ഹൈഡ്രോക്സി ഗ്രൂപ്പുകളാണ്. ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെയിനിൽ ഒരു OH വരുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈഡ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ചെയിനിൽ, അതായത് CH3 CH2 CH3 എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു OH കൂടി വരുന്നുണ്ടെങ്കിൽ അതിന് ഈ OH ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചെയിനിൽ ഈ ഒരു OH വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ റൂൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, IUPAC നെയിമിങ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ റൂളാണ്. നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒരു ചെയിൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് IUPAC നെയിമിങ് എഴുതാൻ നിങ്ങളോട് ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, റൂള് നോക്കണം അല്ലേ. റൂൾ എന്ന് പറയുന്നത് ആദ്യം വേർഡ് റൂട്ട് എഴുതണം. വേർഡ് റൂട്ടിൻ്റെ കൂടെ AN ചേർക്കണം. പിന്നെ പൊസിഷൻ നമ്പർ ഓഫ് OH, അതായത് എത്രാമത്തെ പൊസിഷനിലാണ് OH. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്താ പഠിച്ചത്, ബ്രാഞ്ചിൻ്റെ പൊസിഷനാണ് പഠിച്ചത്. അതുപോലെ തന്നെ ഇവിടെ പൊസിഷൻ നമ്പർ ഓഫ് OH അത് എത്രയാണ്, അത് ഏതാണെന്ന് നമ്മൾ നോക്കണം. അതിന് ശേഷം IUPAC നെയിമിങ്ങിൻ്റെ ഏറ്റവും അവസാനം ഓൾ എന്ന് ചേർത്ത് എഴുതണം. OL അതാണ് ഓൾ എന്ന് ചേർത്ത് എഴുതണം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് എന്തായിരുന്നു, ഇപ്പോൾ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE ചേർക്കണം, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE ചേർക്കണം, അതുപോലെ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE ചേർക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ പേര് IUPAC നെയിമിങ് എഴുതുന്ന സമയത്ത് ഏറ്റവും അവസാനം നമ്മൾ OH ആണെങ്കിൽ, OH ആണ് നമ്മുടെ ചെയിനിൽ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം, ഒരു ഓൾ എന്ന് ചേർത്ത് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ആ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. CH3 CH2 CH2 CH3 CH3 CH2 CH2 OH അങ്ങനെയാണ് നമ്മുടെ ഒരു ചെയിന് പോകുന്നത്. ഇങ്ങനെ ചെയിന് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കണം, ഇവിടെ എന്താണ്, ഒരു OH ഉണ്ട്. OH ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പേരിൽ എന്തൊക്കെയോ മാറ്റം വരുത്തണം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു OH വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു IUPAC നെയിമിങ് എഴുതുക. OH വന്നിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പാണെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ ഹൈഡ്രോക്സി ഗ്രൂപ്പിന്റെ റൂൾ നോക്കുക. റൂൾ എന്ന് പറയുന്നത് വേർഡ് റൂട്ടിന്റെ കൂടെ AN ചേർക്കണം. ANന്റെ കൂടെ എത്രാമത്തെ പൊസിഷനിലാണ് OH വന്നിട്ടുള്ളത് നോക്കണം, അത് എഴുതണം. അതിന്റെ നമ്പറാണ് എഴുതേണ്ടത്. അതിന് ശേഷം ഏറ്റവും അവസാനം ഓൾ എന്ന് ചേർക്കണം. അപ്പം ഇവിടെ OH വന്നിട്ടുള്ള ഒരു ചെയിൻ കണ്ടു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ഇൻ ദിസ് ചെയിൻ. ഈ ചെയിനിലുള്ള കാർബൺ ആറ്റങ്ങൾ എത്രയാണ് 1 2 3. OHൽ C ഉണ്ടോ, കാർബൺ ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ നമുക്ക് 1 2 3 അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നമ്പർ ചെയ്തു. അപ്പോൾ എത്ര കാർബൺ ഉണ്ട്, 3 ആണ് നമ്മുടെ ടോട്ടൽ കാർബണിൻ്റെ ആറ്റം. നമ്പർ ഓഫ് കാർബൺ ഇൻ ദ മെയിൻ ചെയിൻ. നമ്മുടെ മെയിൻ ചെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ ചെയിനിലുള്ള കാർബണുകളുടെ ആറ്റം എന്ന് പറഞ്ഞാൽ 3 ആണ്. ആകെ കാർബണുകളുടെ ആറ്റം 3. അടുത്തത് നെയിം ഓഫ് ദി ആൽക്കൈൻ വിത്ത് 3 കാർബൺ ആറ്റംസ്. അതായത് ആൽക്കീൻ, അതായത് 3 കാർബൺ ഉള്ളപ്പോൾ അതിൻ്റെ വേർഡ് റൂട്ട് എന്തെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അവിടുത്തെ പദമൂലം എന്താണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇപ്പം മലയാളത്തിലാണെങ്കിൽ ഇവിടെ പദമൂലം എന്നാണ് വരിക. പദമൂലം ഇതിൻ്റെ കൂടെ ആന്ന് ചേർക്കണം. പിന്നെ OHന്റെ സ്ഥാനം, അതിൻ്റെ അവസാനം ഓൾന്ന് ചേർത്ത് എഴുതണം. ഇതാണ് നമ്മുടെ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ. അപ്പോൾ നെയിം ഓഫ് ദി ആൽക്കൈൻ വിത്ത് 3 കാർബൺ ആറ്റം. 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആൽക്കീൻ്റെ പേരെന്താണ്, അതായത് വേർഡ് റൂട്ട് എന്താണ്, മെത്ത്, എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പാണ് ഇവിടുത്തെ ആറ്റത്തിൻ്റെ പേര്, ആൽക്കീൻ്റെ പേര്. ഇനി കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദി കാർബൺ കണ്ടെയ്നിങ് ദി OH ഗ്രൂപ്പ്. അതായത് ഏത് കാർബണിലാണ് നമ്മുടെ OH ഗ്രൂപ്പ് ഉള്ളത്, അതാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. നമ്മൾ നോക്കണം, ഇവിടെ നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്ത് 1 2 3
ഈ മൂന്നാമത്തെ കാർബണിലാണ് എന്ത് വന്നിട്ടുള്ളത്? OH വന്നിട്ടുള്ളത്. താഴെ നിന്ന് നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്തോ 1 2 3 ഒന്നാമത്തെ കാർബണിലാണ് നമുക്ക് OH വന്നിട്ടുള്ളത്. നമ്മൾ പണ്ട് പഠിച്ച അതേ ശീലമാണ്, പണ്ട് പഠിച്ചത് തന്നെയാണ് നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാനുള്ളത്. ഏറ്റവും ലീസ്റ്റ് നമ്പർ, ഏറ്റവും കുറവ് സംഖ്യയാണ് നമ്മൾ ഇവിടെ നമ്പർ എടുക്കുന്ന സമയത്ത് എടുക്കേണ്ടത്. 3 ആണോ 1 ആണോ ഏറ്റവും ചെറുത്? 1 ആണല്ലോ ചെറുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാർബൺ ഏത് കാർബണിലാണ്? ഒന്നാമത്തെ കാർബണിലാണ്. അപ്പോൾ 1. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ നെയിം എങ്ങനെയായിരിക്കും എഴുതുക? നെയിം എങ്ങനെയായിരിക്കും വരുന്നത്? വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ പ്രൊപ്പ്, പദമൂലം എന്ന് പറഞ്ഞാൽ പ്രൊപ്പാണ്. അതിന് ശേഷം ഒരു ഹൈഫൺ ഇട്ടു. പ്രൊപ്പിന്റെ കൂടെ എന്ത് ചേർക്കണം? സോറി, ഓക്കെ, പ്രൊപ്പിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? AN ചേർക്കണം. AN ചേർത്തു. പൊസിഷൻ നമ്പർ, നമ്മൾ എപ്പോഴും പൊസിഷൻ നമ്പർ ഇടുന്ന സമയത്ത് ചെറിയൊരു ഹൈഫൺ ഇടണം. ഹൈഫൺ ഇട്ട ശേഷം മാത്രമേ നമുക്ക് നമ്പേഴ്സ് എഴുതാൻ പറ്റുക. അപ്പൊ പൊസിഷൻ പ്രൊപ്പാണ് നമ്മുടെ എന്ത് വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ വേർഡ് റൂട്ട് എഴുതി. വേർഡ് റൂട്ടിന്റെ കൂടെ നമ്മൾ എന്ത് എഴുതണം? AN ചേർത്ത് എഴുതണം. അപ്പൊ AN എഴുതി. AN എഴുതിയ ശേഷം പൊസിഷൻ നമ്പർ ഓഫ് OH. പൊസിഷൻ നമ്പർ ഓഫ് OH എന്ന് പറയുമ്പോൾ എത്രയാണ്? നമ്മുടെ 1 ആണ്. 1. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ എന്ത് എഴുതണം? ഏറ്റവും അവസാനം ഓൾ എന്ന് എഴുതണം. OH ആയതുകൊണ്ട് ഓൾ എന്ന് എഴുതണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പിന്റെ IUPAC നെയിമിങ് എഴുതുക. ഇപ്പോൾ OH വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയിം എഴുതേണ്ട ഒരു പ്രൊസീജിയറാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ റൂള് പഠിക്കണം. വേർഡ് റൂട്ട് പ്ലസ് AN പ്ലസ് പൊസിഷൻ നമ്പർ ഓഫ് OH പ്ലസ് എന്താണ് അവസാനം ഓൾ എന്ന് ചേർത്ത് എഴുതണം. അപ്പം ഇതാണ് ഹൈഡ്രോക്സി ഗ്രൂപ്പിന്റെ നെയിമിംഗ് എന്ന് പറയുന്നത്. OH വന്നിട്ടുണ്ടെങ്കിൽ നെയിമിംഗ് ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് കാർബോക്സിൽ ഗ്രൂപ്പാണ്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ COOH വന്നിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബോക്സി ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ചെയിനിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു COOH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? അതിനെ കാർബോക്സി ഗ്രൂപ്പാണ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു റൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൂൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? വേർഡ് റൂട്ട് എഴുതണം. വേർഡ് റൂട്ടിൻ്റെ കൂടെ AN ചേർക്കണം. പിന്നെ അവസാനം നമ്മൾ എഴുതേണ്ടത് OIC ആസിഡ്. മറ്റേത് നമ്മൾ ആൽക്കഹോൾ അല്ലെങ്കിൽ OH ആണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾന്ന് അവസാനം ചേർക്കണം. COOH ആണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? OIC ആസിഡ് എന്ന് ചേർക്കണം. OIC എന്ന് ചേർക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ റൂള് പഠിക്കുക. ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. വേർഡ് റൂട്ടിന്റെ കൂടെ AN ചേർക്കണം. ANന്റെ കൂടെ എന്താ? OIC ആസിഡ് എന്ന് ചേർത്ത് എഴുതണം. ഇങ്ങനെയാണ് നമ്മൾ കാർബോക്സി ഗ്രൂപ്പിന്റെ നെയിമിംഗ് എഴുതുക. അങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. CH3C ഡബിൾ ബോണ്ട് OH. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. ഇവിടെ കണ്ടോ, ഒരു OH കണ്ടു നിങ്ങൾ അവസാനം. OH കാണുമ്പോൾ തന്നെ ഇതൊരു നമ്മുടെ ഹൈഡ്രോക്സി ഗ്രൂപ്പാണ്, ആൽക്കഹോൾ ആണ്, ഓൾ ആണ് അവസാനം വരേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ ഓൾ ഇട്ടാൽ നമ്മുടെ ആൻസർ മൊത്തത്തിൽ തെറ്റും. അങ്ങനെയല്ല, ഇവിടെ എന്ന് വെച്ചാൽ COOH ഉണ്ട്. കാരണം ഇതൊരു C, ഈ C നമ്മൾ ഇവിടേക്ക് എഴുതി, ഈ O ഇങ്ങോട്ടേക്ക് എഴുതി. ഇവിടെ ഒരു OH ഉണ്ട്. ഇയാളും സെയിം അല്ലേ? അപ്പം നമ്മൾ രണ്ട് തരത്തിൽ നോക്കണം. ഒന്നെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ഒന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കുക എങ്ങനെയാണ്? ഇതുപോലെ CH3 CH2 CH3 അല്ല CH, പിന്നെ ഇവിടെ താഴത്തേക്ക് ഒരു COH. ഇങ്ങനെയും നിങ്ങളോട് ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. അതായത് C ഡബിൾ ബോണ്ട് OH. C ഡബിൾ ബോണ്ട് പറഞ്ഞാൽ ഈ C നമ്മൾ ഇവിടേക്ക് എഴുതി, ഈ O ഇവിടെ എഴുതി, ഈ OH ഇവിടെ എഴുതി. ഇപ്പം നമ്മുടെ പറഞ്ഞിട്ടുള്ള കാർബോക്സി ഗ്രൂപ്പ് ആയിട്ടുണ്ട് ഇല്ലേ? അപ്പം നിങ്ങൾ പലതരത്തിൽ നോക്കുക. നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അവരും എന്ത് ചെയ്യുക? ഇതുപോലെ OH ഒക്കെ തരും. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ നമ്പർ ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ അടിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നോക്കുക ഏതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വന്നിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് CH3COOH ഇങ്ങനെയാണല്ലേ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പേരിട്ട് നോക്കാം. ഓക്കെ, പേരിടുന്ന സമയത്ത് ഇവിടെ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ചെയിൻ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2. അതുപോലെ ഇവിടെ 1 2. എത്ര കാർബൺ ആറ്റം ഉണ്ട്? നമ്പർ ഓഫ് കാർബൺ ആറ്റം 2 ആണ്. ഇനി അടുത്തത്, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ IUPAC നെയിമിംഗ് എഴുതിക്കൂടെ? അപ്പോൾ ഇവിടുത്തെ റൂൾ എന്താണ്? വേർഡ് റൂട്ട്, അതിൻ്റെ കൂടെ AN, പിന്നെ ഒരു OIC ആസിഡ്. അപ്പോൾ വേർഡ് റൂട്ട് എന്താണ്? ഇവിടുത്തെ 2 കാർബൺ ആറ്റം ഉള്ളപ്പോൾ ഇവിടുത്തെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ പദമൂലം എന്ന് പറയുന്നത് എത്താണ്.
എത്ത്. അപ്പോൾ ഇവിടുത്തെ റൂൾ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? എത്ത് വേർഡ് റൂട്ട് എത്ത്, പിന്നെ എത്തിൻ്റെ കൂടെ ഒരു AN ഇട്ടു. പിന്നെ ഇത് കാർബോക്സിൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവസാനം ഒരു ഓയിക് ആസിഡ് എന്ന് എഴുതണം. അപ്പം നമ്മുടെ ഇവിടുത്തെ ആളുടെ പേരെന്താണ്? എത്തനോയിക് ആസിഡ് എന്നാണ് ഇവിടുത്തെ ആളുടെ പേര്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും മലയാളം മീഡിയംകാർക്ക് എന്താണ്? മലയാളം മീഡിയംകാരും ഇതിപ്പോൾ മാത്സ് പോലെയാണ്, മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ OH അതുപോലെ COH പകരം CHO വന്നിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽഡിഹൈഡ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് നമ്മുടെ ചെയിനിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടുത്തെ വേർഡ് റൂട്ട്, അവിടുത്തെ റൂൾ എന്ന് പറയുന്നത് വേർഡ് റൂട്ട് എഴുതണം, അതിൻ്റെ കൂടെ AN എഴുതണം, പൊസിഷൻ ഓഫ് CHO എഴുതണം, അവസാനം AL. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അവസാനങ്ങളിൽ എന്താണ്? AL, അതുപോലെ ഓള്, അതുപോലെ തന്നെ എന്താ ഓയിക് ആസിഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാനുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. ഇത് റൂളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CH3COH ഇങ്ങനെ കാണും. ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇതേതാ ആള് നിങ്ങൾ വിചാരിക്കണ്ട. ഈ C നമ്മൾ എടുത്തു, CO അല്ലെങ്കിൽ CHO. ഇയാളും സെയിം അല്ലേ? അപ്പോൾ CHO ഈ ഒരു രീതിയിലുള്ള അറേഞ്ച്മെന്റിലും തരാം. അല്ലെങ്കിൽ ഇപ്പോൾ CH3 CHO CH2 CH3 അങ്ങനെ തരാം. അല്ലെങ്കിൽ CH3 CH2 CHO ഇങ്ങനെയും തരാം. അല്ലെങ്കിൽ നമുക്കിത് ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് ആരെ കാണാൻ വേണ്ടി പറ്റും? ഇയാളെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണ് നമുക്ക് തന്നിട്ടുള്ള ആളെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഈ രണ്ട് സ്ട്രക്ചറും പഠിക്കണം. ഈ രണ്ട് സ്ട്രക്ചറിലും വരുന്ന ഈ രണ്ട് രീതികളിലും നമ്മുടെ ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരാം. ആ രണ്ട് രീതികളും പഠിച്ച ശേഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ പേര് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റൂലേ? അപ്പം ഇവിടെ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ചെയിൻ എത്രയാണ്? നമ്പർ ഓഫ് കാർബൺ ആറ്റം 1 2. ഇവിടെ എവിടെയെങ്കിലും വേറെ കാർബൺ ഉണ്ടോ? ഇല്ല. 1 2. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നമ്പർ ചെയ്ത പോലെ തന്നെ ഇങ്ങോട്ടേക്കും നമ്പർ ചെയ്തു. അപ്പോൾ 2 കാർബൺ ആണ് ടോട്ടലായിട്ട് നമ്മുടെ ചെയിനിൽ. എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. 2 കാർബൺ ആണെങ്കിൽ അവിടുത്തെ വേർഡ് റൂട്ട് എന്താണ്? ഇനി നമുക്ക് ഇതിൻ്റെ ഇത് എഴുതിക്കൂടെ? IUPAC നെയിമിങ് എഴുതിക്കൂടെ? വേർഡ് റൂട്ട് എന്താണ്? 2 കാർബൺ ആണുള്ളത്. അതുകൊണ്ട് തന്നെ എത്തിൻ്റെ കൂടെ AN ചേർക്കണം. പിന്നെ പൊസിഷൻ ഓഫ് CHO എവിടെയാണ്? ഇവിടുത്തെ നമ്പറിംഗ് ആണെങ്കിൽ 1 2, താഴത്തെ നമ്പർ ആണെങ്കിൽ 1 2. അപ്പോൾ ഏതാണ്? 2ലും ഉണ്ട് 1ലും ഉണ്ട്. ഏറ്റവും ലീസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 1 എടുത്തു. 1, പിന്നെന്താ? നമ്മൾ AL ഇങ്ങനെ എഴുതാം അല്ലേ? ഇനിയിപ്പോൾ ഒന്നാമത്തെ പൊസിഷനിലാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്? നമ്മുടെ CHOന്റെ പൊസിഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 1 എന്നുള്ളത് നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എത്തനാലിന് എഴുതിയാലും മാർക്ക് കിട്ടും. ഇനി ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും, ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ഇനി ഇൻ കേസ് നമ്മുടെ ഈ ഒരു CHOന്റെ സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ 3 ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ല. കാരണം പൊസിഷൻ നമ്പർ കറക്റ്റ് ആയിട്ട് അവിടെ ഡിനോട്ട് ചെയ്തിരിക്കണം. ഓക്കെ. അതാണ് നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ IUPAC നെയിമിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് നമ്മൾ കീറ്റോ ഗ്രൂപ്പുകളാണ്. കീറ്റോ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ C+O വരുന്ന ആളുകളാണ് എന്ത്? കീറ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ C+OH അല്ലെങ്കിൽ OH എന്നൊക്കെ കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ കണ്ടാൽ ഇത് നമ്മുടെ COOH ആണ്. ഇത് ഇയാളല്ല. ഇങ്ങനെ വെറുതെ CO കണ്ടാൽ മാത്രമാണ് ആര്? CO കണ്ടാലാണ് നമ്മുടെ കീറ്റോ ഗ്രൂപ്പുകളായിട്ട് വരുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റൂൾ എന്താണ്? ഇവിടെ കീറ്റോ ഗ്രൂപ്പുകളുടെ റൂൾ എന്ന് പറയുന്നത് ആദ്യം വേർഡ് റൂട്ട് എഴുതണം, പിന്നെ AN ചേർക്കണം. എല്ലാ ഫംഗ്ഷനിലെ ഗ്രൂപ്പിന്റെയും വേർഡ് റൂട്ടിന്റെ കൂടെ AN ചേർത്ത് എഴുതണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ശേഷം വരുന്നത് പൊസിഷൻ ഓഫ് C+O.
പിന്നെന്താണ് അതിൻ്റെ കൂടെ ഏറ്റവും അവസാനം ഇപ്പം നമ്മൾ COH അല്ലെങ്കിൽ OH അതുപോലെ തന്നെ CHO ഒക്കെ പഠിച്ച സമയത്ത് ഓള് ചേർക്കണം, പിന്നെ ഓയിക് ആസിഡ് ചേർക്കണം, പിന്നെ AL ചേർക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ എന്താ ഇവിടെ കീറ്റോ ഗ്രൂപ്പിന് നമുക്ക് അവസാനം ചേർക്കേണ്ടതാണ് ഓൺ. ഇവിടെ സ്പെല്ലിങ് ONE 1 എന്ന് വായിക്കണ്ട, ഓൺ എന്ന് വായിക്കണ്ട കേട്ടോ. ഓൺ എന്നാണ് സ്പെല്ലിങ് വായിക്കേണ്ടത്. ഓൺ എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. 1 എന്നല്ലേ, ഓൺ എന്നാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് നോക്കിയാലോ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. CH3 C ഡബിൾ ബോണ്ട് O CH3. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂ കേട്ടോ. CH3 C ഡബിൾ ബോണ്ട് O CH3 ഇങ്ങനെയും എഴുതാൻ വേണ്ടി പറ്റും. ഇതിന് അതുകൊണ്ട് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. CH3 C ഡബിൾ ബോണ്ട് O CH3 ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഇതിന് എല്ലാ രീതിയിലും എഴുതാം. C ഡബിൾ ബോണ്ട് O കണ്ടിട്ടുണ്ടെങ്കിൽ അത് കീറ്റോ ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ചെയിൻ എത്രയാണ്? നമ്പർ ഓഫ് കാർബൺ ആറ്റം 1. ഇവിടെ എന്ന് പറഞ്ഞാൽ ചെയിൻ ഇപ്പുറത്തും ഇപ്പുറത്തും അല്ല, നടുക്കുള്ള ഈ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ എന്താണ് ഒരു C വന്നിട്ടുണ്ട്, അതും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ 1 2 3. ഇനി തിരിച്ചാണെങ്കിലോ 1 2 3. ഇങ്ങനെയാണ് നമുക്ക് നമ്പർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമ്പർ ചെയ്തപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ചെയിൻ എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇത്രയും നമുക്ക് അറിഞ്ഞാൽ മതി. ഏതാണ് നമ്മുടെ വേർഡ് റൂട്ട് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു. അല്ലെങ്കിൽ കാർബൺ ആറ്റം എത്ര എണ്ണം ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ വേർഡ് റൂട്ട് മനസ്സിലാക്കണം. അപ്പോൾ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് തന്നെ ഏതായിരിക്കും? പ്രൊപ്പ് ആയിരിക്കും. പിന്നെ പ്രൊപ്പിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ഒരു AN ചേർക്കണം. AN ചേർത്തു. പൊസിഷൻ ഓഫ് C ഡബിൾ ബോണ്ട് O. പൊസിഷൻ എത്രാമത്തെ പൊസിഷനിലാണ്? അതായത് 1 ഉണ്ട് 3 ഉണ്ട് അല്ലേ? 1 ഉണ്ട് 3 ഉണ്ട്. ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് കേട്ടോ. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ 1ാമത്തെ കാർബണിലും 3ാമത്തെ കാർബണിലും. അപ്പോൾ 1ാമത്തെ കാർബണിലാണ് എന്ത് നമുക്ക് 3ലും 1 നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 ആണ് ലീസ്റ്റ് നമ്പർ. അതുകൊണ്ട് തന്നെ നമ്മൾ 1 എടുത്തു. 1 പിന്നെന്താ ഏറ്റവും അവസാനം നമ്മൾ ഓൺ ചേർത്ത് എഴുതണം, ONE ചേർത്ത് എഴുതണം. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടുത്തെ പേരെങ്ങനെയായിരിക്കും? ഇത് കറക്റ്റാണ്, ഇങ്ങനെ എഴുതാം. ഇനി അല്ലെങ്കിൽ പ്രൊപ്പ് ആൻഡ് പ്രൊപ്പനോൺ എന്നും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, പ്രൊപ്പനോൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേരെന്തായിരിക്കും എന്നാണ് നിങ്ങളോട് ഉള്ള ക്വസ്റ്റ്യൻ. എത്രയാണ് ഇവിടുത്തെ വേർഡ് റൂട്ട്, അല്ലെങ്കിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 കാർബൺ ആണ്. അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്തു. 5 കാർബൺ ആണ് ഉള്ളത്. 5 കാർബൺ ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ വേർഡ് റൂട്ട്? പെന്റ് AN ചേർക്കണം അതിന്റെ കൂടെ. പൊസിഷൻ ഓഫ് C ഡബിൾ ബോണ്ട് O. C ഡബിൾ ബോണ്ട് Oന്റെ പൊസിഷൻ C ഡബിൾ ബോണ്ട് O അല്ലെങ്കിൽ CO എന്നൊക്കെ ഇടാം. കാരണം ഇപ്പുറത്തും കാർബൺ അതിന്റെ വാലൻസി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ CO എന്ന് ഇട്ടത്. അപ്പൊ CO എന്ന് പറയുന്നത് എത്രയാണ്? ഏത് കാർബണിലാണ്? 1 ഉണ്ട്. പിന്നെ ഏതാ? നമ്മുടെ 3 ഉണ്ട്. ഏതാ അപ്പൊ എടുക്കുക? 1 ആണ് നമ്മൾ എടുക്കുക. അപ്പൊ പെന്റ് 1 പിന്നെ ഏതാ? പിന്നെ ഒരു 1. അപ്പൊ പെറ്റൻ. അപ്പൊ നമ്മളിങ്ങനെ എടുക്കുക. ഓക്കെ, അതായത് പെന്റ് പിന്നെ ഒരു AN അതിൻ്റെ കൂടെ ചേർത്തു. പിന്നെന്താ അതിൻ്റെ കൂടെ എത്രാമത്തെ പൊസിഷനിലാണ് നമുക്ക് വന്നിട്ടുള്ളത്? നമ്മുടെ പൊസിഷൻ ഓഫ് C ഡബിൾ ബോണ്ട് O. C ഡബിൾ ബോണ്ട് Oനെ CO എന്ന് കാണിക്കാനുള്ള കാരണം കാർബണിന്റെ വാലൻസി ആണ് കേട്ടോ. കാർബണിന്റെ വാലൻസി ഇവിടെ അടുക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് CO എന്നും വേണമെങ്കിൽ എഴുതാം. CO അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് എന്നൊക്കെ കണ്ട് നമ്മുടെ കീറ്റോ ഗ്രൂപ്പുകളാണ്. CO അല്ലെങ്കിൽ COയും C ഡബിൾ ബോണ്ട് Oയും കണ്ടാൽ ആരാണ്? നമ്മുടെ കീറ്റോ ഗ്രൂപ്പുകളാണ്. അപ്പോൾ കീറ്റോ ഗ്രൂപ്പിന്റെ IUPAC നെയിമിംഗ് എഴുതാനുള്ള റൂള് പഠിക്കുക. റൂളിന്റെ കൂടെ ഓരോന്നും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ കീറ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് നമുക്ക് ഹാലജൻ ഗ്രൂപ്പ്. അപ്പോൾ ഹാലജൻ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഹാലജൻ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ 17ാമത്തെ വരുന്ന ആളുകളാണ്. 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണ് ആര്? നമ്മുടെ ഹാലജൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹാലജൻ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? നമ്മുടെ ക്ലോറിൻ, ഫ്ലോറിൻ, ബ്രോമിൻ, അയഡിൻ തുടങ്ങിയ ആളുകളാണ് നമ്മുടെ ഹാലജൻ ഗ്രൂപ്പുകളിൽ
നമ്മുടെ അടങ്ങിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഹാലജൻ ഗ്രൂപ്പുകളിലുള്ള ആളുകളാണ് ആരൊക്കെ? ക്ലോറിനും, ഫ്ലൂറിനും, ബ്ലൂറിനും, ബ്രോമിനും, അയഡിനും ഒക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ ഇതിൻ്റെ ഒരു റൂള് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ പഠിക്കാനുള്ളത് കൊടുത്തിട്ടുള്ളത്. പൊസിഷൻ ഓഫ് ഈ ഹാലജൻ ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് IUPAC നെയിമിങ് എഴുതുക? ആദ്യം നമ്മൾ എഴുതേണ്ടത് പൊസിഷൻ ഓഫ് ദി ഹാലോ ഗ്രൂപ്പ്. ഹാലജൻ ഗ്രൂപ്പിനെ നമ്മൾ ഹാലോ ഗ്രൂപ്പ് എന്നും പറയും. എന്താ പറയുക? ഹാലോ ഗ്രൂപ്പ്. അത് ഹാലോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ക്ലോറിനോ, ഫ്ലൂറിനോ, ബ്രോമിനോ, അയഡിനോ ആണ് നമുക്ക് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് നമ്മുടെ ചെയിനിൽ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോറോ, ബ്രോമോ, ഫ്ലൂറോ, അയഡോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പേര് ഇടാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ റൂൾ നോക്കാം. പൊസിഷൻ ഓഫ് ദി ഹാലോ ഗ്രൂപ്പ്, ഹാലജൻ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഹാലോ ഗ്രൂപ്പിന്റെ പൊസിഷൻ ആണ് ആദ്യം എഴുതേണ്ടത്. ഇത്രയും നേരത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിച്ചപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് എഴുതിയത്? വേർഡ് റൂട്ടാണ്. അപ്പോൾ ഇവിടെ ഹാലോ ഗ്രൂപ്പ് എത്തിയ സമയത്ത് നമുക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊസിഷൻ ഓഫ് ഹാലോ ഗ്രൂപ്പ് ആണ് ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം ഒരു ഹൈഫൺ ഇടണം. പിന്നെ നെയിം ഓഫ് ദി ഹാലോ ഗ്രൂപ്പ്, ആ ഒരു ഹാലോ ഗ്രൂപ്പ് ഏതാണ്, ഇതിനകത്ത് ഏത് ഹാലോ ഗ്രൂപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത്, അതിന്റെ നെയിമാണ് എഴുതേണ്ടത്. പിന്നെ നെയിം ഓഫ് ആൽക്കീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേർഡ് റൂട്ട്, അതാണ് എഴുതേണ്ടത് അവസാനം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ നമുക്ക് തന്നിട്ടുള്ള ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ചെയിന്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇവിടെ നമ്പർ ചെയ്ത് നോക്കുകയാണ്. നമ്പർ ചെയ്തു 1 2 3 1 2. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നിട്ടുള്ള ഹാലോ ഗ്രൂപ്പ് ആരാണ് വന്നിട്ടുള്ള ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹാലോ ഗ്രൂപ്പ്. അതായത് ക്ലോറിനാണ് നമുക്ക് വന്നിട്ടുള്ള ഹാലോ ഗ്രൂപ്പ്. ഈ ക്ലോറിനിലുള്ള സി ഇല്ലേ, കാർബൺ ഇല്ലേ, അത് നമ്മൾ ഇവിടെ എടുക്കൂല. ഇവിടെ നമ്മൾ നമ്പറിങ്ങിൽ അത് എടുക്കില്ല. കാരണം അത് വേറൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ അത് നമ്മൾ എടുക്കൂല. ഹാലോ ഗ്രൂപ്പിൽ നമ്മൾ എന്താണ് ഹാലജൻ ഗ്രൂപ്പുകളെ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ കൂട്ടുന്നില്ല. ബാക്കിയുള്ള ചെയിനാണ് നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ 1 2 3 1 2 3. അപ്പൊ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്തപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ചെയിൻ എത്രയാണ്? നമ്മുടെ കാർബൺ ആറ്റം എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3. ഓക്കെ, അടുത്തത് നെയിം ഓഫ് ആൽക്കെയിൻ വിത്ത് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം. അതായത് 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അവിടുത്തെ വേർഡ് റൂട്ട് എന്താണെന്നാണ് നിങ്ങളോട് അടുത്ത ചോദ്യം. എന്തായിരിക്കും? 3 ആണെങ്കിൽ പ്രൊപ്പ്. പിന്നെ ഇവിടുത്തെ ഹാലോ ഗ്രൂപ്പ് ആരാണ്? ഇതാണ് നമ്മുടെ ഹാലോ ഗ്രൂപ്പ്. എന്ന് പറഞ്ഞാൽ ക്ലോറിനാണ്. അടുത്തത് കറക്റ്റ് പൊസിഷൻ ഓഫ് ദി കാർബൺ ടു വിച്ച് ദ ഹാലോ ഗ്രൂപ്പ് ഇസ് അറ്റാച്ച്ഡ്. അതായത് ഹാലോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റത്തിന്റെ പൊസിഷൻ നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഹാലോ ഗ്രൂപ്പ്. ആ ഹാലോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാർബണിലാണ്. ഈ ഒരു കാർബൺ ആകുന്ന സമയത്ത് ഇവിടുത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ഉണ്ട് 3 ഉണ്ട്. അപ്പൊ നമ്മളെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് നമ്മൾ എടുക്കുക? 1 ആണ് നമ്മൾ എടുക്കുക. അപ്പൊ നമ്മൾ 1 എടുത്തു. ഇനി നമ്മൾ IUPAC റൂൾ പ്രകാരം നമ്മളൊന്ന് നെയിം ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റ് ഹാലോ ഗ്രൂപ്പിന്റെ നെയിം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എഴുതേണ്ടതാണ് പൊസിഷൻ ഓഫ് ദി ഹാലോ ഗ്രൂപ്പ്. എത്രാമത്തെ പൊസിഷനിലാണ് വന്നിട്ടുള്ളത്? 1, ഒന്നാമത്തെ പൊസിഷനിലാണ്. പിന്നെ ഒരു ഹൈഫൺ ഇടണം. ഹൈഫൺ ഇട്ട ശേഷം എന്താണ്? നെയിം ഓഫ് ദി ഹാലോ ഗ്രൂപ്പ്. ഏത് ഹാലോ ഗ്രൂപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത്? ഇതേ നമ്മുടെ ഹാലോ ഗ്രൂപ്പ് ഏതാണ്? നമ്മുടെ ക്ലോറിൻ ആയതുകൊണ്ട് തന്നെ ഹാലോ ഗ്രൂപ്പ് പേരിടുമ്പോൾ നമ്മൾ അതിന് ഷോർട്ട് ആക്കിയിട്ട് ക്ലോറോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്ലോറോ ഇത് നമ്മുടെ പൊസിഷൻ നമ്പർ ആണ്. ശേഷം ഒരു ഹൈഫൺ ഇട്ടു. ശേഷം നെയിം ഓഫ് ഹാലോ ഗ്രൂപ്പ്. നമ്മുടെ ഹാലോ ഗ്രൂപ്പ് ഏതാണ്? ക്ലോറിനാണ്. അതുകൊണ്ട് തന്നെ ക്ലോറോ നമ്മൾ ഇട്ടു. ശേഷം നെയിം ഓഫ് ആൽക്കെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ വേർഡ് റൂട്ടാണ്. വേർഡ് റൂട്ട് ഏതാണ്? നമുക്ക് പ്രൊപ്പാണ്. പ്രൊപ്പ്. അപ്പൊ സിംഗിൾ ബോണ്ട് പ്രൊപ്പെയിൻ. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ പ്രൊപ്പെയിൻ എന്നിട്ടു. ANE ചേർത്തു അവസാനം. ഓക്കെ, ഇതുപോലെയാണ് നമുക്ക് എന്ത് ചെയ്യാം? പേരിടാൻ വേണ്ടി ഹാലജൻ ഗ്രൂപ്പുകളുടെ പേരിടാൻ വേണ്ടി പറ്റുക. ഇനിയിപ്പോൾ ഈ ക്ലോറിന്റെ സ്ഥലത്ത് നിങ്ങൾക്ക് ഫ്ലൂറിൻ വരാം, ബ്രോമിൻ വരാം, അയഡിൻ വരാം. ഈ ഒരു സ്ഥലത്തു നിന്നല്ല, ചിലപ്പോൾ ഇവിടെ വരാം.
ഇവിടെ ഒരു ക്ലോറിൻ വരാം, ചിലപ്പോൾ ഇവിടെ വരാം, ഇവിടെ ഒരു ബ്രോമിൻ വരാം, ഇവിടെ ഒരു അയഡിൻ വരാം. അങ്ങനെ ഏത് സ്ഥലത്തും ഇത് ഒരുമിച്ച് വരണം എന്നില്ല. പക്ഷെ ഓരോ സമയത്ത് ഇപ്പം ക്ലോറിനാണ് വന്നിട്ടുള്ളത്, നെക്സ്റ്റ് അടുത്ത സമയത്ത് ചിലപ്പോൾ എന്ത് വരാം, നിങ്ങൾക്കൊരു ബ്രോമിൻ വരാം. അതിനുശേഷം ബ്രോമിന് ഇല്ല, ചിലപ്പോൾ ഒരു അയഡിൻ ആയിരിക്കും. അങ്ങനെ ഓരോന്നും ഓരോ സമയത്തായിരിക്കും, ഓരോ ബ്രാഞ്ചിലായിരിക്കും വരിക. പക്ഷെ ഒരുമിച്ച് ഇത് വരുന്നുണ്ടാവില്ല. ഇതാ അടുത്ത നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് ചെയ്യണം. ഇവിടെ നോക്കണം, ഒരു കാർബണിൻ്റെ അറ്റത്ത് ഇവിടെ 2 ബ്രോമിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡൈ, നമ്മൾ കഴിഞ്ഞ IUPAC നെയിമിംഗ് എഴുതാൻ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ 2 ബ്രാഞ്ച് വരുന്നുണ്ടെങ്കിൽ ഡൈ ചേർത്ത് എഴുതണം. അപ്പോൾ അതുപോലെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ രണ്ടെണ്ണം അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്പർ ഇടണം. ആദ്യം നമ്പർ ഇടുന്ന സമയത്ത് 1 2 3 4 1 2 3 4. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും വരുന്നത്? ആദ്യം പൊസിഷൻ ഓഫ് ഹാലോ ഗ്രൂപ്പ്. പൊസിഷൻ ഓഫ് ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പൊസിഷനില്ല, 3ലും ഉണ്ട് 2ലും ഉണ്ട്. 3ലും 2ലും രണ്ട് താഴോട്ടും മുകളിലോട്ടും നമുക്ക് ഹാലോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ആണോ 2 ആണോ വലുത്? അല്ല, ചെറുത് 2 ആണ് നമുക്ക് ചെറുത്. അപ്പോൾ 2 2 2 2 കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡൈ ആണ് അല്ലേ, ഡൈ. പിന്നെ ഹൈഫൻ ഇട്ടു ഡൈ. നെയിം ഓഫ് ഹാലോ ഗ്രൂപ്പ് ഏതാ? ഡൈ ബ്രോമോ. പിന്നെന്താ നെയിം ഓഫ് ഹാലോ ഗ്രൂപ്പ് കഴിഞ്ഞ് നെയിം ഓഫ് ആൽക്കീൻ. എത്ര കാർബൺ ഉണ്ട്? 4 ആണ്. അപ്പോൾ ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. 2 2 ഡൈ ബ്രോമോ ബ്യൂട്ടി എന്ന് വരും. ഓക്കെ.